ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിത് 2 മുട്ട വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതാ പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ 5 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ മസാല ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് കൂടുതൽ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ നോമ്പും കാര്യമല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവർക്കും യൂസ് ആവും. ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ടാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലുണ്ടായതുകൊണ്ട് നല്ലൊരു എരിവിനായിട്ട് ഞാൻ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പച്ചമുളകും കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നല്ലോണം വഴറ്റണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ തന്നെ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചതാണ് കേട്ടോ, കറിയൊക്കെ വെക്കുന്ന പോലെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇതാ ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ സവാള ഇത്രയും വാടിയാൽ മതി. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ 1 കിലോ ബീഫിന് 5 പീസ് സവാളയാണ്, 5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളിതാ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 5 പീസ് ക്യാരറ്റ് ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ഈ ഒരു ബീഫിൽ ഇട്ടത് കൊണ്ട് തന്നെ നന്നായി മിക്സാക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ കൂടുതൽ ചേർക്കുന്നില്ല, ഒരെണ്ണം തന്നെ മതി കേട്ടോ. ഇനി നമ്മൾ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വറുത്ത് പൊടിച്ചെടുത്ത പെരിഞ്ജീരകം, പിന്നെ ഇതാ കൈ നിറയെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ജീരകം 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇട്ട് ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലോട്ട് ഇതാ കുറച്ച് വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബീഫ് മസാല ആകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എരിവുണ്ടെങ്കിൽ ടേസ്റ്റാണ്. അപ്പോൾ വറ്റൽമുളക്, കുരുമുളക് അങ്ങനത്തെയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും മസാലയ്ക്ക്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് അവിലാണ് കേട്ടോ. അവിലിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അവിലിടുന്നത് നമ്മൾ ഈ ഒരു മസാല നല്ലൊരു ഡ്രൈ ആയിട്ട് കിട്ടാനും നല്ല ടേസ്റ്റാണ്. കുറേ ഇടാൻ പാടില്ല, കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൈ പിടി നിറയെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടുള്ള ഒരു ബേസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് 2 വെളുത്തുള്ളിയാണ് നന്നായി ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കട്ടിയിലാണുള്ളത്. അപ്പോൾ ഇത്ര കട്ടി വേണ്ട, കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി വെള്ളമാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ ആ പാലിൻ്റെ ആ ഗ്ലാസ്സിൽ തന്നെയാണ് ഒഴിച്ചത്. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചില്ല കേട്ടോ, പകുതിയാണ് ഇവിടെ ഒഴിച്ചത്. പകുതി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ സൈഡിലേക്ക് അധികം ഇടാതെ നടുഭാഗത്തായിട്ട് ഇടണം കേട്ടോ. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് ആ ഒരു മസാല കാണാത്ത വിധത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അടിയൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു തട്ട് വെച്ച് അതിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലോട്ട്
കുറച്ച് ലീഫൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ മല്ലിയിലയാണ് വെച്ചത്. മല്ലിയിലയോ കറിവേപ്പിലയോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തൊട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം നല്ല രീതിയിൽ വെന്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയെ. ഈ ഒരു പീസിന് നമുക്ക് 8 പീസാക്കാം കേട്ടോ. അപ്പോൾ നല്ല ഈസിയിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.